ഹായ് ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ടോക്ക് ഓൺലി PSC അടുത്ത ക്ലാസ് എത്തിയിരിക്കുന്നു. തകൃതിയായിട്ട് നമ്മൾ ക്ലാസ്സുകൾ ഇങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ടെൻസിന്റെ V1 V2 ഫോംസ് ആണ് കേട്ടോ വീണ്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്ലീപ്പ്, സ്ലപ്റ്റ് വരെയാണ് പഠിച്ചത്. അതായത് 25 വേർഡ്സിന്റെ 3 ഫോമുകൾ V1 V2 V3 ഫോംസ് നമ്മൾ 25 വേർഡ്സിന്റെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ 26ാമത്തെ വേർഡിലേക്ക് കടക്കാൻ പോവാണ്. അപ്പൊ എല്ലാവരും റെഡി അല്ലേ? അതെല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ്. നമ്മൾ പഠിച്ചു തുടങ്ങാൻ പോവാണ്. നമുക്ക് വിശ്രമമില്ല. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് കിട്ടിക്കഴിഞ്ഞിട്ടേ നമ്മൾ റെസ്റ്റ് എടുക്കുള്ളൂ. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ 26ാമത്തെ വേർഡ് എന്താണ്? വാണ്ട്. ഓക്കെ, വാണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ആവശ്യപ്പെടുക അല്ലെ? ആവശ്യപ്പെടുക എന്നതാണ് വാണ്ട്. എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഇതിന്റെ മീനിങ്. എന്നാലും വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി പോവാണ്, അഥവാ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിലും അല്ലെ. അപ്പൊ വാണ്ട് എന്ന് പറഞ്ഞാൽ ആവശ്യപ്പെടുക. അതിന്റെ V2 ഫോം എന്താണ്? വാണ്ടഡ്. ഓക്കെ, തേർഡ് ഫോം എന്താണ്? തേർഡ് ഫോമും വാണ്ടഡ് തന്നെയാണ്. അപ്പൊ അത് ക്ലിയർ ആയി. നെക്സ്റ്റ് 27th വൺ, യൂസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അല്ലെ? യൂസ് എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുകയാണ്, ഉപയോഗിക്കുക. ഓക്കെ, അപ്പൊ യൂസ് ഉപയോഗിക്കുക. എന്താണ് യൂസ്ഡിന്റെ V2 V3 ഫോംസുകൾ വരുന്നത്? യൂസ്ഡ്. ഓക്കെ, യൂസ്ഡ്. നെക്സ്റ്റ് ഹെൽപ്പ് എന്താ? നമ്മുടെ വൊക്കാബുലറി കൂട്ടാനും കൂടി ഇത് ഹെൽപ്പ് ചെയ്യൂട്ടാ. അത് 3 വേർഡ്സ്, ഇതിനകത്ത് ഒരുപാട് വേർഡ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ നല്ല ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റും. കാരണം വൊക്കാബുലറി കൂടുന്നതിനനുസരിച്ച് നമ്മളെ ഇംഗ്ലീഷിന്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമുക്ക് കൂട്ടാൻ പറ്റും. കാരണം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഇടയിൽ നമുക്ക് പറയാനുള്ള വേർഡ്സുകളൊക്കെ ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്യാം പതുക്കെ. പിന്നെ നമുക്ക് ഉപയോഗിക്കാനുള്ള കണക്റ്റീവ് വേർഡ്സുകൾ, പ്രിപ്പോസിഷൻസ് ഒക്കെ ഇടയിൽ പഠിക്കുമ്പോൾ നമ്മളുടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇംപ്രൂവ് ചെയ്യും. ഓക്കെ, അപ്പൊ ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ എന്താ പറയാ അല്ലെ? സഹായിക്കുകയാണ്. ഹെൽപ്പ് സഹായിക്കുകയാണ്. ഹെൽപ്പിന്റെ സെക്കൻഡ് ഫോം എന്താണ്? ഹെൽപ്ഡ്. ക്ലിയർ? ഹെൽപ്ഡ്. ഓക്കെ, 29th വൺ, റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? റിക്വസ്റ്റ് സഹായിക്കുകയാണ് അല്ലെ? അല്ല, സോറി, അപേക്ഷിക്കുക. റിക്വസ്റ്റ് എന്താണ്? റിക്വസ്റ്റ് അപേക്ഷിക്കുകയാണ് അല്ലെ? അപേക്ഷിക്കുക. റിക്വസ്റ്റിന്റെ സെക്കൻഡും തേർഡും ഫോം എന്താണ്? റിക്വസ്റ്റഡ്. ചില സമയത്ത് നമ്മൾ സ്ക്രീനിൽ എഴുതുമ്പോൾ പറ്റുന്നില്ല കേട്ടോ. അതാണ് എന്താണ്? റിക്വസ്റ്റഡ്. ഓക്കെ, തേർഡ് ഫോമും എന്ത് തന്നെയാണ്? റിക്വസ്റ്റഡ് ആണ്. ഓക്കെ, അപ്പൊ റിക്വസ്റ്റഡ്. നെക്സ്റ്റ് ക്രൈ എന്ന് പറഞ്ഞാൽ എന്താ? കരയുക. ചിലർക്ക് തോന്നുന്നുണ്ടാവും ഇതൊക്കെ വളരെ സിമ്പിൾ ആയ കാര്യമല്ല, എന്തിനാ ഞങ്ങളോട് ചോദിക്കുന്നതെന്ന്. ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡ് ഫോം ക്രൈഡ്. അങ്ങനെയുള്ളവർ എന്നോട് ക്ഷമിക്കണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് 31st വൺ എന്താണ്? ലോഫ് എന്താണ്? കരയിൽ കഴിഞ്ഞു, ഇനി നമ്മൾ ചിരിക്കുകയാണ് അല്ലെ? ചിരിക്കുക. ഓക്കെ, ലോഫ്റ്റിന്റെ സെക്കൻഡ് ആൻഡ് തേർഡ് ഫോംസ് എന്താണ്? ലോഫ്ഡ്. ഭൂരിഭാഗം എണ്ണത്തിനും സെക്കൻഡും തേർഡ് ഫോമും കോമൺ ആയിരിക്കും. എന്നാലും ഡിഫറൻസ് ഉള്ളത് നമ്മൾ അടിവര ഇട്ടിട്ട് തന്നെ പഠിച്ചു വെക്കണം കേട്ടോ. വർക്ക് എന്താണ്? ജോലി ചെയ്യുക അല്ലെ? വർക്ക് എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യുക അല്ലെങ്കിൽ ജോലി. അപ്പൊ വർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ വർക്ക് എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യുക എന്നാണല്ലോ അല്ലെ പറയാം. അപ്പൊ അതിന്റെ സെക്കൻഡ് ഫോം വർക്ക്ഡ്, തേർഡ് ഫോമും എന്ത് തന്നെയാണ്? വർക്ക്ഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ് മേക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഉണ്ടാക്കുകയാണ് അല്ലെ? എന്തെങ്കിലും കേക്ക് മേക്ക് ചെയ്യാന്നൊക്കെ കേട്ടില്ലേ? ബേക്ക് ചെയ്യാന്നാവും അല്ലെ? ഓക്കെ, മേക്ക് ഉണ്ടാക്കുക. മേക്കിന്റെ സെക്കൻഡ് ഫോം മെയ്ഡ് ആണ്, തേർഡ് ഫോമും മെയ്ഡ് തന്നെയാണ്. ക്ലിയർ? നെക്സ്റ്റ് 34th വൺ എന്താണ്? ഫോളോ എന്ന് പറഞ്ഞാൽ എന്താ? പിന്തുടരുകയാണ് അല്ലെ? പിന്തുടരുക. ഓക്കെ, ഫോളോ പിന്തുടരുക. സെക്കൻഡ് ഫോം ഫോളോവ്ഡ്, തേർഡ് ഫോം ഫോളോവ്ഡ്. ക്ലിയർ? 35 ഏതാണ്? കിൽ മീൻസ് എന്താണ്? കൊല്ലുകയാണ്. കിൽ മീൻസ് കൊല്ലുകയാണ്.
എന്താണ് സെക്കൻഡ് ആൻഡ് തേർഡ് ഫോംസ് വരുന്നത്? കിൽഡ്, കിൽഡ്. ഓക്കെ, കിൽ, കിൽഡ്, കിൽഡ്. അപ്പൊ നോക്കാം, want, wanted, wanted. Use, used, used. Help, helped, helped. Request, requested, requested. Cry, cried, cried. Laugh, laughed, laughed. Okay, work, worked, worked. Make, made, made. Follow, followed, followed. Kill, killed, killed. അതായത് എഴുതി കഴിഞ്ഞ ഒരു വട്ടം ഞാൻ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പറഞ്ഞു നോക്കണം. അതിലേക്ക് നോക്കണ്ട, സ്ക്രീനിലേക്ക് നോക്കാതെ എന്റെ കൂടെ നിങ്ങൾ പറഞ്ഞു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് പറഞ്ഞു നോക്കാനുള്ള ഒരു ഓപ്ഷൻ കിട്ടിയില്ലേ? അങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത് കേട്ടോ. ഓക്കെ, നമുക്കൊരു 25 വേർഡ്സ് വെച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാന്നല്ലേ പറഞ്ഞേ. അപ്പൊ നമ്മള് 35 ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു. 50-ലെത്തിയിട്ട് നമുക്ക് നിർത്താം കേട്ടോ. ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് ടെൻസ് പഠിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇത് കഴിഞ്ഞിട്ട് എന്തോ പഠിക്കണം. അപ്പൊ നമ്മൾ വൊക്കാബുലറിയിലാണ് മെയിൻ ആയിട്ട് ഇംഗ്ലീഷിന് ഇപ്പൊ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. വൊക്കാബുലറി പഠിക്കുക. ഓക്കെ, അപ്പൊ കില്ല് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് വെർബിന്റെ ഫസ്റ്റ് ഫോം ക്ലോസ്. ഏതാണ്? ക്ലോസ്. ക്ലോസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ക്ലോസ് എന്ന് പറഞ്ഞാൽ എന്താ? അടയ്ക്കുക അല്ലെ? ക്ലോസ് അടയ്ക്കുകയാണ്. ക്ലോസ്ഡിന്റെ സെക്കൻഡ് ഫോം എന്താണ്? ക്ലോസ്ഡ്. തേർഡ് ഫോം എന്താണ്? ക്ലോസ്ഡ് തന്നെയാണ്. അപ്പൊ അത് ക്ലിയർ ആയി. നെക്സ്റ്റ് അടച്ചു കഴിഞ്ഞാൽ തുറക്കണ്ടേ? ഓപ്പൺ. ഓപ്പൺ എന്ന് പറഞ്ഞാൽ എന്താ? തുറക്കുക. അപ്പൊ ഓപ്പൺഡ്, ഓപ്പൺഡ് സെക്കൻഡ് ഫോം, തേർഡ് ഫോമും ഓപ്പൺഡ്. ഓക്കെ, ക്ലിയർ. 38th വണ്ണിലേക്ക് പോവാണ് നമ്മള്. മീറ്റ്. മീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടുമുട്ടുക അല്ലെ? കണ്ടുമുട്ടുക. മീറ്റിന്റെ സെക്കൻഡ് ഫോം എന്താണ്? മെറ്റ് ആണ്. തേർഡ് ഫോം എന്താണ്? മെറ്റ് തന്നെയാണ്. ക്ലിയർ. 39th വൺ, ഫോർഗെറ്റ്. ഫോർഗെറ്റ്. ഫോർഗെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മറക്കുക അല്ലെ? ഫോർഗെറ്റ് എന്ന് പറഞ്ഞാൽ മറക്കുകയാണ്. ഫോർഗെറ്റിന്റെ എന്താണ്? അത് മാറ്റം കേട്ടോ. ഫോർഗോട്ട്. പിന്നെയോ തേർഡ് ഫോം ഫോർഗോട്ടൻ. ഓക്കെ, ഫോർഗോട്ട്, ഫോർഗോട്ടൻ. പഠിച്ചു വെക്കുക, മാറ്റം ഉണ്ടല്ലോ മൂന്നെണ്ണത്തിനും. ഓക്കെ, നെക്സ്റ്റ് 40th വൺ എന്താണ്? സെൽ. സെൽ എന്താടോ? സെൽ എന്ന് പറഞ്ഞാൽ വിൽക്കുകയാണ് അല്ലെ? എന്തെങ്കിലും സാധനങ്ങൾ സെൽ ചെയ്യാൻ വിൽക്കുകയാണ്. സെല്ലാണെങ്കിൽ സോൾഡ്, സോൾഡ് ആണ് സെക്കൻഡും തേർഡും ഫോംസ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് പുട്ട്. പുട്ട്. പുട്ട് എന്ന് പറഞ്ഞാൽ എന്താ? പുട്ട് ഇടുകയാണ് അല്ലെ? പുട്ടിന് തേങ്ങ ഇടുക എന്ന് പറഞ്ഞ പോലെ പുട്ട് എന്ന് പറഞ്ഞാൽ ഇടുകയാണ്. പുട്ടിന് എല്ലായിടത്തും ഒരേ ഫോം തന്നെയാണ്. പുട്ട്, പുട്ട്, പുട്ട് തന്നെയാണ് കേട്ടോ. ഓക്കെ, പുട്ട്, പുട്ട്, പുട്ട്. ക്ലിയർ. പുട്ട്, പുട്ട്, പുട്ട്. നെക്സ്റ്റ് ലിവ്. ലിവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവിക്കുകയാണ്. ജീവിക്കുക. ലിവ് എന്ന് പറഞ്ഞാൽ ജീവിക്കുക. ഓക്കെ, ലിവ് എന്താണ്? സെക്കൻഡ് ഫോം ലിവ്ഡ്. തേർഡ് ഫോം എന്താണ്? ലിവ്ഡ് തന്നെയാണ്. ക്ലിയർ. ലിവ്, ലിവ്ഡ്, ലിവ്ഡ്. നെക്സ്റ്റ് ഇൻവൈറ്റ്. ഇൻവൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻവൈറ്റ് ക്ഷണിക്കുക എന്നാണ് ഇൻവൈറ്റിന്റെ കേട്ടോ. ക്ഷണിക്കുക. അപ്പൊ എന്താ വരുന്നത്? സെക്കൻഡ് ആൻഡ് തേർഡ് ഫോം ഇൻവൈറ്റഡ്, ഇൻവൈറ്റഡ്. ക്ലിയർ. ഇൻവൈറ്റഡ്, ഇൻവൈറ്റഡ്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് കീപ്പ്. കീപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? കീപ്പ് സൂക്ഷിക്കുകയാണ് അല്ലെ? കീപ്പ് എന്തെങ്കിലും കീപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ സൂക്ഷിക്കുകയാണ്. കീപ്പിന്റെ ഫോം എന്താ വരുന്നത്? സെക്കൻഡ് ഫോം കെപ്റ്റ് ആണ്. തേർഡ് ഫോം എന്താണ്? കെപ്റ്റ് തന്നെയാണ്. ഓക്കെ, 45th വൺ ഈറ്റ്. ഈറ്റ് എല്ലാവർക്കും അറിയുന്നുണ്ടാവും അല്ലെ? ഈറ്റ് എന്താണ്? തിന്നുക, തിന്നുക അല്ലെങ്കിൽ കഴിക്കുക എന്താ വെച്ചാൽ തന്നെ. ഈറ്റിന്റെ സെക്കൻഡ് ഫോം എയ്റ്റ് ആണ്. തേർഡ് ഫോം എന്താണ്? ഈറ്റൻ ആണ് കേട്ടോ. അപ്പൊ അതിലും മാറ്റണ്ടെന്ന് മനസ്സിലാക്കാം. എന്താണ്? ഈറ്റ്, എയ്റ്റ്, ഈറ്റൻ. ഓക്കെ, വരച്ചു വെച്ച് പഠിക്കുക കേട്ടാ. ഓക്കെ, അപ്പൊ നോക്കി നോക്കുക. അപ്പൊ നമ്മൾ എന്ത് പഠിച്ചു? ക്ലോസ്, ക്ലോസ്ഡ്, ക്ലോസ്ഡ്. ഓപ്പൺ, ഓപ്പൺഡ്, ഓപ്പൺഡ്. മീറ്റ്, മെറ്റ്, മെറ്റ്. ഫോർഗെറ്റ്, ഫോർഗോട്ട്, ഫോർഗോട്ടൻ. സെൽ, സോൾഡ്, സോൾഡ്. പുട്ട്, പുട്ട്, പുട്ട്. ലിവ്, ലിവ്ഡ്, ലിവ്ഡ്. ഇൻവൈറ്റ്, ഇൻവൈറ്റഡ്, ഇൻവൈറ്റഡ്. കീപ്പ്, കെപ്റ്റ്, കെപ്റ്റ്. ഈറ്റ്, ഏറ്റ്, ഈറ്റൻ. ഓക്കെ, അപ്പൊ അത്രയും ഭാഗം പഠിച്ചില്ലേ? ഇനി ഒരു 5 എണ്ണം കൂടി മതി കേട്ടോ ഗൈസ്. അപ്പൊ നമ്മൾ നിർത്തും.
ഒരുപാട് നമുക്ക് ബോറടിക്കാൻ പാടില്ല. നമ്മൾ ബോറടി എന്നുള്ള വേർഡ്സ് ഒന്നും നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല ആക്ച്വലി. പക്ഷേ എന്നാലും നമ്മൾ ഇടയ്ക്കൊക്കെ പറയല്ലേ, നമ്മൾ സാധാരണ മനുഷ്യന്മാർ തന്നെയല്ലേ. അതായത് സാധാരണ മനുഷ്യന്മാര് പഠിച്ചു സാധാരണ മനുഷ്യന്മാരായിട്ട് മാറണം. അപ്പൊ നമുക്കെന്നെ തോന്നിയാ എന്തൊക്കെയോ ഒരു സാധാരണയിൽ കവിഞ്ഞ് എന്തൊക്കെയോ കാണിക്കുന്നുണ്ടെന്ന് തോന്നി തുടങ്ങും നമ്മൾ പഠിച്ചൊരറ്റെത്തുമ്പോൾ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾക്ക് എന്തായാലും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് കിട്ടാനുള്ള എല്ലാ കാര്യങ്ങളും കാണുന്നുണ്ട്. ഓക്കെ, അടുത്തത് ലീവ്. ലീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഉപേക്ഷിക്കുക എന്നൊരർത്ഥമുണ്ട്. ഉപേക്ഷിക്കുക. അല്ലെങ്കിലോ ലീവ് എന്ന് പറഞ്ഞാൽ പുറപ്പെടുക എന്നൊരർത്ഥം വരുന്നുണ്ട്. പുറപ്പെടുക, ഉപേക്ഷിക്കുക. അപ്പൊ അതിന്റെ സെക്കൻഡ് ഫോം എന്താ? ലെഫ്റ്റ്. നമ്മളിപ്പോ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നൊക്കെ ലെഫ്റ്റ് ആവാന്നൊക്കെ പറയാറില്ലേ, ലെഫ്റ്റ്. തേർഡ് ഫോം എന്ത് തന്നെയാണ്? ലെഫ്റ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് 47th വൺ നമ്മൾ എന്താ പറയാൻ പോകുന്നത്? ബിഗിൻ. ബിഗിൻ എന്ന് പറഞ്ഞാൽ എന്താടോ? ബിഗിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരംഭിക്കുകയാണ് അല്ലെ, ആരംഭിക്കുകയാണ്. ബിഗിന്റെ സെക്കൻഡും തേർഡ് ഫോംസും മാറ്റണ്ട്. ബിഗിൻ ബിഗനാണ്, അടുത്തത് ബിഗണാണ്. ഓക്കെ, ക്ലിയർ. അപ്പൊ നമ്മൾ അത് വരച്ച് പഠിക്കണ്ടേ? ബിഗിൻ, ബിഗൻ, ബിഗൺ. ഓക്കെ, വരച്ച് തന്നെ പഠിക്കുക. നെക്സ്റ്റ് 48th വൺ റിപ്പീറ്റ്. നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സാധനമാണ് റിപ്പീറ്റ്. നമ്മൾ എന്ത് പഠിക്കുമ്പോഴും റിപ്പീറ്റ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കണം. ആവർത്തിക്കുക അല്ലെ, റിപ്പീറ്റ് എന്ന് പറഞ്ഞാൽ ആവർത്തിക്കുക. റിപ്പീറ്റഡിന്റെ സെക്കൻഡും തേർഡും ഫോം ഒന്ന് തന്നെയാണ്. എന്താണ്? റിപ്പീറ്റഡ്, റിപ്പീറ്റഡ്. ക്ലിയർ? റിപ്പീറ്റഡ്, റിപ്പീറ്റഡ്. നെക്സ്റ്റ് 49th വണ്ണിൽ നമ്മൾ എത്തി. പ്രോമിസ്. അടുത്തടുത്ത വാക്കുകൾ നമുക്ക് ഉപയോഗമുള്ളതാണ് അല്ലെ. റിപ്പീറ്റ് ചെയ്ത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ നമ്മളോട് തന്നെ പ്രോമിസ് ചെയ്യണം. എന്ത്? ഞാനത് വാങ്ങിക്കുന്നു. വേറെ ആർക്കും നിങ്ങൾ പ്രോമിസ് ചെയ്ത് കൊടുത്തിട്ടും കാര്യമില്ല. എന്താണ്? വാഗ്ദാനം ചെയ്യുകയാണ് പ്രോമിസ് അല്ലെ, വാഗ്ദാനം ചെയ്യുക. അതിന്റെ സെക്കൻഡ് ഫോം എന്താടോ? പ്രോമിസ്ഡ്. നിങ്ങൾ നിങ്ങൾക്ക് തന്നെ പ്രോമിസ് ചെയ്തു കൊടുക്കണം, ഞാന് ഒരു സർക്കാർ സർവീസിൽ കയറും അല്ലെ. അതാണ് ഏറ്റവും വലിയ മോട്ടിവേഷൻ കേട്ടോ. നെക്സ്റ്റ് ടേൺ. ടേൺ എന്ന് പറഞ്ഞാൽ എന്താണ്? അതെ, നമ്മൾ നമ്മളിലേക്ക് തന്നെ തിരിയണം. തിരിയുകയാണ്. എന്ത്? ടേൺ. സെക്കൻഡ് ഫോം എന്താണ് അതിന്റെ? ടേണിന്റെ ടേൺഡ് ആണ്. തേർഡ് ഫോമും എന്ത് തന്നെയാണ്? ടേൺഡ് ആണ്. അപ്പൊ നമ്മൾ വളരെ സക്സസ്ഫുള്ളി 50 വേർഡ്സ് കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നു. 50 വേർഡ്സ് എന്ന് പറഞ്ഞാൽ ചില്ലറ വേർഡ്സ് ഒന്നല്ല കേട്ടോ, അത്യാവശ്യം നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ലീവ്, ലെഫ്റ്റ്, ലെഫ്റ്റ്. ബിഗിൻ, ബിഗൻ, ബിഗൺ. ഓക്കെ, റിപ്പീറ്റ്, റിപ്പീറ്റഡ്, റിപ്പീറ്റഡ്. പ്രോമിസ്, പ്രോമിസ്ഡ്, പ്രോമിസ്ഡ്. ടേൺ, ടേൺഡ്, ടേൺഡ്. ഓക്കെ, അപ്പൊ അത്രയും ഭാഗം നിങ്ങൾ ക്ലിയർ ആയല്ലോ? ക്ലിയർ ആണ്. നമ്മൾ 50 വേർഡ്സുകളിൽ എത്തി നിൽക്കുന്നു. V1, V2, V3 ഫോംസ്. നമ്മൾ ഇങ്ങനെ വേർഡ്സുകളിലൂടെയാണ് മലയാളം ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇംഗ്ലീഷിന്റെ വൊക്കാബുലറി, മലയാളത്തിൽ പിന്നെ വൊക്കാബുലറി എന്ന് മാത്രമല്ല എല്ലാ ഭാഗവും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തായാലും നമ്മൾ ടെൻസുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ എനിക്ക് പറയാനുള്ളത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനെ കുറിച്ച് ഞാൻ എപ്പോഴും പറയുന്ന പോലെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് വളരെ ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് ആണ്. ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് ഒരു പ്രിലിംസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഒരു മെയിൻസ് ഉണ്ടായിരിക്കും. നമുക്കറിയാം പ്രിലിംസിന്റെ സിലബസ് എന്ത് ചെയ്യും? ഡിസംബർ നോട്ടിഫിക്കേഷന്റെ കൂടെ PSC പബ്ലിഷ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പ്രിലിംസിന്റെ സിലബസ് ഇപ്പൊ തന്നെ ഡിസംബറിൽ കിട്ടുമെന്ന് നമുക്ക് മനസ്സിലായി അല്ലെ. എന്തായാലും 100 മാർക്കിന് തന്നെയായിരിക്കും എക്സാം. അതില് 10 മാർക്ക് മലയാളം, 20 മാർക്ക് ഇംഗ്ലീഷ്, 20 മാർക്ക് മാത്സ്. ഉറപ്പാണ്, എന്താ പറയാ, ഷുവർ ആയിട്ടുള്ള കാര്യമാണ്. അതായത് 50 മാർക്ക് നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ തന്നെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എന്താണ്? വളരെ കുറച്ച് ഭാഗങ്ങളാണ്. അപ്പൊ ആ ഭാഗങ്ങൾ, അതായത് വളരെ കുറച്ചല്ല, ഏറ്റവും വളരെ വിശാലമായി കിടക്കുന്ന ഭാഗങ്ങളാണ്. അതിൽ നമുക്ക് പൊളിറ്റി പഠിക്കാനുണ്ട്, സിവിക്സ് പഠിക്കാനുണ്ട്, എക്കണോമിക്സ് പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ IT, ഹിസ്റ്ററി, ജോഗ്രഫി, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, വിശാലമായ എന്താ പറയാ പാഠങ്ങൾ എന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങനെ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പൊ അതൊക്കെ പഠിച്ചാലും നമുക്ക് എത്രത്തോളം നമുക്കത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ വായിച്ച ഭാഗത്ത് നിന്ന് തന്നെ അതിനൊരു ക്വസ്റ്റ്യൻ വരണം എന്ന് യാതൊരു വിധ നിർബന്ധമില്ല. പ്രത്യേകിച്ച് ഡിഗ്രി ലെവൽ എക്സാമുകളിലൊക്കെ നമ്മൾ അങ്ങനെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഒരു ഭാഗം, അതായത് മലയാളം, മാത്തമാറ്റിക്സ്, അതുപോലെ തന്നെ ഇംഗ്ലീഷ്, ഇതിലെന്താ മാറുക? പ്രത്യേകിച്ച് മാറാനൊന്നുമില്ല. മാറിയാലും അത് നിങ്ങൾ നന്നായി കോൺസെൻട്രേറ്റ്
ചെയ്ത് പഠിക്കുകയാണെങ്കിൽ അതിന്റെ ആൻസറിൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. കാരണം അങ്ങനെ അല്ലാണ്ട് നിങ്ങൾക്ക് എത്താൻ പറ്റാത്ത രീതിയിലുള്ള ഒരു മാറ്റം ഇതിലൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ ഉണ്ടാവില്ലല്ലോ. അപ്പൊ അത് നിങ്ങൾ നന്നായിട്ട് ഫോക്കസ് ചെയ്താൽ 50 മാർക്ക് ഉറപ്പിക്കാം. ഓക്കെ, അത് കഴിഞ്ഞ് ഈ ഭാഗത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ പഠിക്കുകയാണെങ്കിൽ അതിന്ന് ഒരു 20+ മാർക്ക് കിട്ടിയെന്ന് വിചാരിക്കും. ഒരു 25 മാർക്ക്, നിങ്ങളുടെ മാർക്ക് 75-ലെത്തും. എന്തായാലും ഡിഗ്രി സെക്രട്ടേറിയറ്റ് പ്രിലിംസിന് 75 ഒക്കെയല്ലേ കട്ട് ഓഫ് വരുള്ളൂ, അതിനേക്കാൾ കൂടുതൽ കട്ട് ഓഫ് വരും. പക്ഷെ ഈ ഒരു ലെവലിലേക്ക് നിങ്ങൾ എത്തിയാൽ നിങ്ങൾക്ക് 75 അല്ല അതിനേക്കാൾ കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ അങ്ങനെ ഫോക്കസ് ചെയ്ത് പഠിക്കാം. നിങ്ങൾക്ക് ഞാൻ എന്താ പറയാ, നമ്മുടെയൊക്കെ എക്സ്പീരിയൻസ് കൊണ്ടാണ് പറയുന്നത്. കാരണം നമ്മൾ എപ്പോഴും എക്സാം ഹോളിൽ എത്തുന്നത് വരെ നമ്മൾ ഈ ഒരു ഭാഗമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുക. അതായത് GK പോലുള്ള ഭാഗങ്ങളാണ് എല്ലാവരും കൂടുതൽ ഫോക്കസ് ചെയ്യുക. കാരണം അതാണല്ലോ ഒരുപാട് പഠിക്കാനുള്ളത്. ഇതിന് വല്ലാണ്ട് ഇമ്പോർട്ടൻസ് കൊടുക്കില്ല പലരും. എന്നിട്ട് എക്സാം ഹോളിൽ എത്തിയാൽ എന്താ ഉണ്ടാവുക, ഈ ഭാഗം നമുക്ക് ഒന്നും കിട്ടാത്തൊരവസ്ഥ വരും. എന്നിട്ട് നമുക്ക് തോന്നും അയ്യോ 50 മാർക്കെങ്കിലും കിട്ടാൻ ഈ ഭാഗം പഠിച്ചാൽ മതിയായിരുന്നു എന്ന് നമുക്ക് തോന്നും. എല്ലാവർക്കും നിങ്ങൾ എക്സാം എഴുതിയ ഭൂരിഭാഗം ആളുകളും, അതായത് അതിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും, അവർക്ക് അങ്ങനെ തോന്നുന്നല്ലേ, അങ്ങനെ എല്ലാത്ത ആളുകളെ സംബന്ധിച്ച് അങ്ങനെ തോന്നും. അപ്പൊ ആ തോന്നൽ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ നോട്ടിഫിക്കേഷൻ വരുന്നത് വരെ ഇത് വളരെ സ്ട്രോങ് ആയിട്ട് പഠിക്കാതെ ഈ ഒരു ഭാഗം 50 മാർക്കിന്റെ ഭാഗം സ്ട്രോങ് ആക്കാം. അപ്പൊ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ബാക്കിയുള്ള ഭാഗം കവർ ചെയ്യാനും പറ്റും. നിങ്ങൾക്ക് പ്രിലിംസ് വളരെ സിമ്പിൾ ആയിട്ട് എന്താ പറയാ കയറി കൂടാനും പറ്റും. പക്ഷെ നിങ്ങൾ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, മെയിൻസ് 2 പേപ്പറാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഈ 2 മാർക്കും 100 മാർക്കിന്റെ 100 മാർക്കിന്റെ 2 പേപ്പേഴ്സുകളാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞു. അപ്പൊ ഇതിലൊക്കെ ഉള്ള പേപ്പേഴ്സ് ഇതിൽ വരുന്ന ഭാഗങ്ങൾ തന്നെയായിരിക്കും. അത് വ്യക്തമായിട്ട് അറിയണമെങ്കിൽ നമ്മൾ പഠിക്കുമ്പോൾ നല്ല ബേസിൽ തന്നെ പഠിച്ചു പോകണം. അപ്പൊ നിങ്ങൾ പഠിക്കാൻ സെലക്ട് ചെയ്യുന്ന ടോപ്പിക്കുകൾ നല്ല ഇൻ ഡെപ്തിൽ പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇത്രയൊക്കെയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനെ കുറിച്ച് പഠിക്കുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്. പക്ഷെ ആർക്കും, അതായത് കുറച്ച് വായിക്കാനും എഴുതാനും ഒരു ഡിഗ്രി ഉള്ള ആളുകൾക്കല്ലേ എന്തായാലും സെക്രട്ടേറിയറ്റ് എക്സാം എഴുതാൻ പറ്റുള്ളൂ, അസിസ്റ്റന്റ് എക്സാം എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ അവർക്ക് എന്തായാലും അതിനിപ്പോ പ്രത്യേകിച്ച് എന്താ പറയാ IQ ഭയങ്കര ഹൈ ലെവൽ ആവണം അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. നമ്മൾ പഠിക്കാനുള്ള ഒരു മനസ്സും എനിക്ക് കിട്ടുന്നുള്ള ഒരു കോൺഫിഡൻസും ഞാനത് വാങ്ങിക്കും എന്നുള്ള ഒരു എന്താ പറയാ ദൃഢനിശ്ചയമാണ് നമുക്ക് PSC എക്സാമുകൾ അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ നല്ല മുകളിൽ നമ്മൾ എത്തിക്കുന്നത്. അത് മാത്രമല്ല നമ്മൾ കണ്ടിന്യൂസ്ലി കൺസിസ്റ്റന്റ്ലി വർക്ക് ചെയ്യണം, റിവിഷൻ നടത്തണം. ഇത് മാത്രമാണ് PSC കിട്ടാനുള്ള ഏറ്റവും നല്ല വഴി, അല്ലെങ്കിൽ ശരിയായ വഴി എന്ന് മാത്രമല്ല, അതുണ്ടെങ്കിൽ മാത്രമേ PSC കിട്ടുള്ളൂ, സർക്കാർ സർവീസിൽ കയറാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കണം, കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കണം, റിവൈസ് ചെയ്യണം. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ കൊണ്ടുപോവുകയാണെങ്കിൽ വളരെ ഒരു 1 ഇയർ കഷ്ടപ്പെട്ടാൽ മതി എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിൽക്കേണ്ട കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കണമെങ്കിൽ എന്തായാലും ഒരു 1 ഇയർ എങ്കിലും വേണ്ടി വരും. ഒപ്പം തന്നെ നിങ്ങൾ ഒരു എന്താ പറയാ ദിവസം ഒരു എന്തെങ്കിലും എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് കുറച്ച് സമയം കുറച്ച് എക്സസൈസ് ചെയ്യേ. അതായത് നമ്മൾ കണ്ടിന്യൂസ്ലി ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഫിസിക്കലിയും ഒരുപാട് മടുപ്പുകൾ, അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് എക്സസൈസുകളൊക്കെ നിങ്ങൾ ലൈഫിൽ ശീലാക്കുക. അപ്പൊ എല്ലാവർക്കും നന്നായി പഠിക്കാൻ പറ്റട്ടെ, എല്ലാവർക്കും നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റട്ടെ എന്നൊക്കെ ആശംസിക്കുന്നു അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.